ഹലോ, ഞങ്ങൾ തറവാട്ടിങ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിലത്തെ തറവാട്ടിങ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫാമിലിക്ക് വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതായത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ട് പുറത്തിറങ്ങുന്ന ആദ്യമായിട്ടാണ്. ഫോണിൽ കൂടെ ഭയങ്കര കമ്പനി ആണെങ്കിൽ കൂടിയിട്ട് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ടുകളായിരുന്നു. അധികമൊന്നും സംസാരിക്കൂലായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചെടുക്കാനൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ ഒന്ന് പുറത്ത് പോകാനും അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല, ഇവർ എന്നെക്കാത്ത നല്ല വൈബായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോകും. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫോണൊന്ന് തിരിച്ചു പിടിച്ച് കണ്ടോളൂ. ഫുള്ള് വീഡിയോ ഇങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ദൂരെയൊന്നും പോയിട്ടില്ല. ഞങ്ങളിവിടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പാടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് എല്ലാവരും കൂടെ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട് അവരുടെ കൂടെ. അങ്ങനെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട് കയറി. പിന്നെ ഞങ്ങൾ ഈ കുറച്ച് പേര് മാത്രമല്ല കേട്ടോ, മുതിർന്നവരായ 2 പേരും പിന്നെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചോദിക്കട്ടെ, ഞങ്ങൾ വീഡിയോയിലൊക്കെ വരുമെന്ന്. ആ ചോദ്യത്തിലുണ്ടായിരുന്നു ഞങ്ങളെയും കൂടെ വീഡിയോ എടുക്കുന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെ കൂടാൻ തന്നെ കാരണം ഇവരാണ് കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യം ഇവർക്കായിരുന്നു പാടത്തേക്ക് വരാനൊക്കെ. അതിന് കുറെ ടൈം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു, ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിക്കണ വീഡിയോ എടുത്തന്ന ഇവനാണ് കേട്ടോ. ഓന് വീഡിയോ എടുത്തപ്പോൾ ഓൻ്റെ ഒരു കുറവ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എന്റെ കൂടെ എന്റെ കെട്ടിയോനും ഉണ്ടായിരുന്നു. നിങ്ങളെ കൈകളാണിത്. പിന്നെ ഇതെന്റെ ബ്രദറാണ് കേട്ടോ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ. പിന്നെ ഇത് എന്റെ സ്വന്തം അസിസ്കയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞേക്ക് നല്ല അടിപൊളി മഴ പെയ്യുന്ന പോലത്തെ രസമല്ലായിരുന്നു പോകുമ്പോൾ. കാരണം മഴയൊക്കെ പെയ്തോണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാനും പറ്റിയില്ല. രസമില്ലാന്നല്ല കേട്ടോ, ഇതൊരു വൈബല്ലേ. അങ്ങനെ ഓരോരുത്തരായിട്ട് ബൈക്കുമ്പോൾ കൊണ്ടേയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തിയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈവനിങ് വിശേഷങ്ങൾ. ഇതുപോലെ ഞങ്ങൾ എന്നാണെന്നാവൊന്ന് കൂടാ. ഓക്കെ, ബൈ.